ഇവിടുന്ന് പുറകിന്ന് കുറെ കാര്യങ്ങൾ പറയണ്ട എല്ലാവരും. സത്യം ആറാട്ടനൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അനുമോൾ ജയിക്കുന്നു പറഞ്ഞു. അനുമോൾ ജയിക്കുന്നു പറഞ്ഞു. അപ്പൊ സുഖമില്ലാണ്ടിരിക്കുകയാണ്. 3 മാസമായി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അറിയാലോ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 3 മാസമായി. എനിക്ക് ക്രൗഡ് കാണുമ്പോ എന്താന്ന് അറിയില്ല, ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ ഭയങ്കര ടെൻഷനല്ല എന്തോ പോലെ. പക്ഷേ അപ്പം ഒരു മടിയില്ലെന്ന് മടിയില്ല, നാണം സംസാരിക്കാൻ നാണം. അല്ലെങ്കിൽ ഞാന് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഭയങ്കര എന്താ പറയണ്ടേ, എനിക്ക് പേടിയില്ലാണ്ട് ഞാൻ കൂളായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ അറിയില്ല, ക്യാമറ ഇല്ല എവിടെയെന്ന്. ക്യാമറ പേടിയില്ല. എനിക്ക് ഓഡിയൻസിനെ കാണുമ്പോ പേടിയാവുന്നുണ്ട്. പേടിയില്ല, ഒരു മടി നാണം കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു വന്നു മുതൽ ഈ ഓഡിയൻസിന്റെ അടുത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തുടങ്ങി. എങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ കാണുമ്പോൾ? സന്തോഷം, ഭയങ്കര സന്തോഷം. വന്നപ്പോ തന്നെ കാരണം പാർട്ടിയുടെ സമയത്ത് തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് വയ്യ, എനിക്ക് ഉള്ളിൽ കിട്ടാവൊന്നുമില്ല. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോത്തീസിന്റെ ഉള്ളിൽ കേക്ക് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് പേരൊക്കെ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഭയങ്കര ഭീകരം തന്നെയാണ്. എനിക്ക് മനസ്സിലായി ഞാൻ മരുന്നെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നത്. എന്തായാലും അടിപൊളി. എന്നോട് ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ലോഞ്ച് ഉണ്ട്. റെസിപ്പി പറഞ്ഞില്ല ഞാൻ അത് പറഞ്ഞപ്പോഴാ നമ്മള് കേക്ക് മിക്സിന്റെ കറക്റ്റ് ആളെ വിളിച്ചേ. ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഷെഫ് ആരാ? പക്ഷെ കുക്കീസ് ഉണ്ടാക്കുന്ന നെവിനാണ്. നെവിനിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഞാൻ പഠിച്ചു വെച്ചു. പക്ഷെ എളുപ്പമാണ് കുക്കീസ് ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടുത്തെ കുക്കീസ് ഭയങ്കര സ്പെഷ്യൽ ആണ്, ടേസ്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, ലച്ചിന്റെ മറ്റുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് സ്ഥലമല്ലേ പോത്തീസ് എന്ന ഷോപ്പ്. ഞാൻ ട്രിവാൻഡ്രത്ത് പോത്തീസിൽ ഫുൾ ടൈം ഞാൻ ട്രിവാൻഡ്രത്ത് പോത്തീസിൽ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അത് പോത്തീസിലുള്ള എല്ലാവർക്കും അറിയാം. അവിടുത്തെ സ്റ്റാഫൊക്കെ തമിഴ് ആൾക്കാരാണ്. അവർക്ക് പോലും എന്നെ നന്നായിട്ട് അറിയാം. അനു ചേച്ചി, അനുവക്ക മലയാളി ഉണ്ട്. പിന്നെ ഇദ്ദേഹം എന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് പോത്തീസിലെ ഒരു പോത്തീസിലല്ല, പുള്ളി ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇക്കെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്, സോറി ഏട്ടാ, ഷെരിപ്പിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ രീതിക്കാണോ? ഓക്കെ, എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് എല്ലാവർക്കും നമ്മുടെ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം. 3-ാം സ്ഥാനം വന്ന് പുറത്തു പോയതാണ്. അപ്പോ പണ്ട് നീ അന്ന് സ്കൂളിലായിരുന്നു. നീ സ്കൂളിൽ പഠിക്കുമ്പോ കേട്ടോ, സോറി, നീ നഴ്സറി അംഗൻവാടി പോകുമ്പോ അല്ലേ? ഞാൻ 7 കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ പോയിട്ട് സീസൺ 1 അപ്പോ അന്ന് അനുമോള് അംഗൻവാടിയിലെ പ്ലേ സ്കൂളിലായിരുന്നു. അപ്പോ അന്ന് ഞാൻ അനുമോള് പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് സ്റ്റാർ മാജിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അനുമോള് പറഞ്ഞു ഞാനാണ് ബിഗ് ബോസിലെ വിന്നർ എന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു. അതാണ് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കണം ഈ കഥ. അനുമോളുടെ ഏജ് നിങ്ങൾ വിശ്വസിക്കണം. അവൾക്ക് ഇപ്പോൾ സ്റ്റിൽ 21 വയസ്സായിട്ടുള്ളൂ. 18ലേക്ക് ബുദ്ധി 18ലേക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ എന്തായാലും എനിക്ക് 35 വയസ്സുണ്ട്. എനിക്ക് 35 വയസ്സുണ്ട്. എല്ലാവരുടെയും പ്രായം പുറത്ത്. അല്ല, ബബിതയ്ക്ക് 38 വയസ്സുണ്ട്. ഒരുപാട് സിനിമയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 25 വയസ്സുള്ളപ്പോ ബബിതയ്ക്ക് 28 വയസ്സുണ്ട്. കാര്യം അന്നും ബബിത ആങ്കറാണ്. ഇന്ന് ആക്ട്രസ് ആണ്, ആങ്കറാണ്, എല്ലാം ആണ്. അല്ല, നിങ്ങളെക്കാളും കൂട്ടാണ് ഞാനും ബബിത. അതെ, ഞങ്ങൾ കുറെ കാലം. അതെ ശരി, കുറെ കാലമായിട്ട്. അല്ല അങ്ങനെയല്ല, 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ 10 വർഷമായിട്ടുണ്ട്. പക്ഷെ അനുവും ഞാനും എപ്പോഴും നമ്മള് ട്രാവലിംഗ് പാർട്ട്നേഴ്സ് ആണ്. ഇവിടുന്ന് പുറകിന്ന് കുറെ കാര്യങ്ങൾ പറയണ്ട എല്ലാവരും.
അനുമോൾ സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ, സത്യം അയാൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. ആറട്ടനൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അനുമോൾ വിജയിക്കുന്നത് പറഞ്ഞു. താങ്ക് യു ഞാൻ സീരിയസ് ആയി കണ്ട അനുമോൾ ജയിക്കുന്നത് പറഞ്ഞു ആറട്ടന്. താങ്ക് യു ആറട്ടന്. താങ്ക് യു സോ മച്ച്. വിഷ്ണു കൊച്ചിക്കാരൻ താങ്ക് യു. നിങ്ങളുടെ യൂണിവേഴ്സൽ ഡ്രസ്സ് സാരി ഞാൻ സാരി ഇല്ല ഞാൻ ഉടുക്കുന്ന സാരിക്ക് പോത്തീസ് മേടിക്കുന്നത്. ഇതുവരെ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കണ്ട എല്ലാ സാരീസും എല്ലാ സാരീസ് എല്ലാം Almost എല്ലാം. പട്ട് സാരി പട്ട് സാരി പട്ട് സാരി എടുത്ത് ഞാൻ പട്ടുപോടെ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ അതെ. സീക്രട്ട് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു പോത്തീസ് എങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതിപ്പോ കയ്യിൽ നിന്ന് പോയി. കുഴപ്പമില്ല. അതെ 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 കുറിച്ച് രണ്ടു വാക്ക് പറയാം. ഞാന് കേക്ക് കഴിച്ചിട്ടില്ല, കഴിച്ച് മരിച്ചു. മടുത്തുന്നില്ല, കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നത്തെ കാര്യം ഷുഗർ കഴിക്കുന്ന ഒരാളല്ല. ഷുഗർ ഇല്ലാത്തതുണ്ട്. ഷുഗർ ഇല്ലാത്തതുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഷുഗർ ഉള്ളത് കഴിക്കണം. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങിയത്. കാരണം കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര എന്താ പറയണ്ട പിന്നെ ക്രേവിങ്സ് തോന്നും. കാരണം ഞാൻ കേക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലേ കുക്കീസ് നമ്മള് ഉപയോഗിച്ചാണ് ഫുള്ള് കുക്കീസും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ എന്റെ തടി കണ്ടാൽ അറിയാലോ, ടേസ്റ്റ് അപ്പൊ ഇത് നിറച്ച് കുക്കീസ് ആണോ? കുക്കീസ് മാത്രമല്ല ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഉള്ളതാണ്. നമ്മള് തന്നെ കഴിക്കും. സാധാരണ ഞാൻ കഴിച്ചു പോയിക്കൊണ്ടിരിക്കും. അറിയാതെ കഴിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അനുമോള് എന്തായാലും കഴിക്കണം എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. ഞാൻ എന്തായാലും ഇതിന് വേണ്ടുന്നത് പാക്കറ്റ് കൊണ്ടുപോകും. ഉറപ്പായിട്ട് ഞങ്ങൾ തന്നു വിടും. കൊണ്ടുപോകും. തൃശ്ശൂർ കൊണ്ടുപോകുന്ന പറയണ പോലെ ഇവിടെ കേരളത്തിലെ മൊത്തം ആളുകളെ കൊണ്ടുപോയേക്കാം. കുക്കീസ് ഞാനങ്ങ് എടുക്കുക. അതെ ഓക്കെ. മനുഷ്യനെ നമ്മളിത്ര പാട്ട് പാടിക്കാനായിരുന്നു എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സണാണ്. അങ്ങും അങ്ങനെ തന്നെയാണ്. അതെ എപ്പോഴും. അപ്പൊ ഈ രണ്ടുപേരെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു കൈയ്യടി കൊടുക്കാം അവർക്ക്. ഇതിപ്പോ എന്തുണ്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ കേക്ക് ഫിക്സിങ് സെറമണി വെക്കണമെന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നുന്നു. അനീതിനെ പറഞ്ഞോളൂ, വേറെ ഇന്ന ആളുടെ പേരൊന്നും പറഞ്ഞില്ല. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, ഭയങ്കര എന്താ പറയാ ബിഗ് ബോസില് ഞാനിങ്ങനെ ഈ മാളുകളിലൊക്കെ ലുലു മാളിലൊക്കെ ഈ ഇവരെ കണ്ടിട്ടുണ്ട്. ഈ കേക്ക് മിക്സിംഗ് പരിപാടികളൊക്കെ അത് ഡിസംബർ ഒക്കെ അനു നീയാണ് സോറി ഞങ്ങളാണ് അനുവിന്റെ PR അത് കേട്ടപ്പോണ്ടല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. എന്താ പറയണ്ടേ, എല്ലാവരും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ പോലെ തന്നെ കാണുന്നതെന്ന് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആ ഇടയ്ക്ക് അത് ഓൾഡായതുകൊണ്ട് എന്തോരോ ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്. ഓൾഡ് വരുമ്പോൾ മാത്രമാണ് ഈ ചെറിയ സൗണ്ട് ഞാൻ പിടിക്കുന്നത്. എന്നാലും ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം എന്താണെന്ന്. ട്രിവാൻഡ്രത്തെ പോത്തീസ്